നമസ്കാരം, ഞാൻ ഹോട്ടൽ സീപോർട്ടിലെ ഷെഫ് ജോഷി നിങ്ങൾക്കായി പുതിയൊരു ഡിഷാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചെമ്മീൻ കിഴി എന്നാണ് ഈ ഡിഷിൻ്റെ പേര്. ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ടി സാധനങ്ങളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. ഇൻഗ്രീഡിയൻസ് ഇതിനായിട്ട് മെയിനായിട്ടും വരുന്നത് കോക്കനട്ട് ഓയിൽ, ഗ്രീൻ ചില്ലി, ഗാർലിക്, ചോപ്പ്ഡ് ഒനിയൻ, ക്രഷ്ഡ് പെപ്പർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ ആൻഡ് ചില്ലി പൗഡർ ആൻഡ് സാൾട്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടിയത്. നമ്മളായിട്ട് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ചോപ്പ്ഡ് ഒനിയൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ചോപ്പ്ഡ് ഗ്രീൻ ചില്ലി, ക്രഷ്ഡ് ജിഞ്ചർ, ഗാർലിക്, കറി ലീഫ്. നന്നായിട്ട് ഇത് സോട്ട് ചെയ്യുക. എത്രത്തോളം ജിഞ്ചിയും ഗാർലിക്കും അതിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് ടേസ്റ്റായിട്ടും നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരല്പം ഓയിലൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം, കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യാം, കുറച്ച് കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യാം, കുറച്ച് ക്രഷ്ഡ് പെപ്പർ. ഇത്രയാണ് ഇതിനായിട്ട് മെയിനായിട്ടും വേണ്ടിയ സാധനം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് പുളി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫിഷ് കറിക്ക് ഉപയോഗിക്കുന്ന നാടൻ പുളി തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെള്ളമാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആ പ്രോൺസ് കുക്കാകാനായിട്ടുള്ളൊരു അതിന് വേണ്ടിയുള്ള മാത്രമുള്ളൊരു വെള്ളം. ഒരല്പം ഉപ്പൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കോക്കനട്ട് ഓയിൽ, അല്ല കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്കും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് റെഡി ആയിരിക്കുകയാണ്. ഇനി അതിൽ എങ്ങനെ കിഴി കെട്ടാം എന്നുള്ളതിനെ പറ്റി ഞാൻ കാണിച്ചു തരാം. വാഴയില നമ്മൾ നല്ല രീതിയിൽ വാഴ ഇല കട്ട് ചെയ്ത് ഒരു കിഴി കെട്ടുന്ന രീതിയിൽ ഒരു ബൗളിൽ വെച്ച് അതിലേക്ക് ഈ സാധനം ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു കിഴി രൂപത്തിൽ എടുക്കുന്നതിനെയാണ് ചെമ്മീൻ കിഴി എന്നറിയപ്പെടുന്നത്. ഭയങ്കര പ്രസൻറ്റബിളായ ഒരു ഡിഷാണ്. നമുക്കിവിടെ ഫോറിനേഴ്സ് വന്നാലും നോർത്ത് ഇന്ത്യൻസ് വന്നാലും ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഡിഷ് ചെമ്മീൻ കിഴിയാണ്. ഇതിനിപ്പോൾ നമ്മൾ ദോശക്കല്ലിൽ വെച്ച് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മസാല ഒബ്സർവ് ചെയ്ത് ആ പ്രോൺസിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നു. ഒരു കേരളത്തിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് ഈ പ്രോൺസിലേക്ക് ഇതിലേക്ക് ആഡ് ആവുകയാണ്. നമ്മുടെ പാൻ ചൂടായിരിക്കുകയാണ്. അതിലേക്ക് ഈ സാധനം എടുത്ത് വയ്ക്കുകയാണ്. ലൈറ്റായിട്ടുള്ള ചൂടിലായിരിക്കണം ഇത് ഗ്രില്ല് ചെയ്യുക. ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, കരിപ്പിൻ്റെ ടേസ്റ്റ് വരും. ഒരു ലൈറ്റായിട്ട് ഈ ഫ്ലെയിമിലാണെങ്കിൽ ആ ഒരു ചൂട് ടെമ്പറേച്ചർ അതിലേക്ക് കറക്റ്റായിട്ട് ആവശ്യം അതൊരു ദം രീതിയിലായിട്ട് ഒരു ടേസ്റ്റി ആയിരിക്കും അതിൻ്റെ ഇതിലേക്ക് മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതിപ്പം ഓൾമോസ്റ്റ് 5 to 10 minutes ആയിട്ടുണ്ട്. അതിലേക്ക് മാറ്റാം. വെച്ച് ഇതിങ്ങനെയാണ് നമ്മൾ ഗസ്റ്റിൻ്റെ മുന്നിൽ കൊണ്ട് സെർവ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കായിട്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഇതിൻ്റെ എത്രത്തോളം ടേസ്റ്റ് എത്രത്തോളം ഇത് വരുമെന്ന്. ഇനി ഇത് നമ്മൾ ഗസ്റ്റിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത് ഈ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഫോറിനേഴ്സ് ആണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. മെയിനായിട്ട് ഇതിലേക്ക് വരുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെ ഫ്ലേവറും ആ പുളിയുടെ ടേസ്റ്റും ഇതിലേക്ക് ഓൾറെഡി ഒബ്സർവ് ചെയ്തിരിക്കുകയാണ്. ഇത് ഹോട്ടൽ സീപോർട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. ഹോട്ടൽ സീപോർട്ടിൻ്റെ സ്പെഷ്യൽ ഡിഷുകളിൽ ഒന്നാണ് ചെമ്മീൻ കിഴി എന്നാണ് ഇതിൻ്റെ പേര്. താങ്ക് യു.